ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. നമ്മൾ പുട്ടുപൊടി വെച്ചിട്ടാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. പൊരിച്ച പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ചിക്കൻ കുറുമ റെസിപ്പിയും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുനോക്കുക. അപ്പോൾ ഇന്ന് കിച്ചണിൽ വന്ന് ആദ്യം ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അരി ഇട്ട് കൊടുത്തോണം കേട്ടോ. അപ്പോൾ ചോറൊക്കെ വേവാനായിട്ടുണ്ട്. എന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി വേണം. അപ്പോൾ ഒരു 3-4 ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി അതും ആ തേങ്ങയ്ക്ക് ഇട്ട് കൊടുത്താണ്. പിന്നെ കുറച്ച് നല്ല ജീരകം. ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്നിങ്ങോട്ട് ഒതുക്കിയെടുക്കണം. അപ്പോൾ അത് ഞാൻ ജാറിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതാ ഞാനൊരു ചെറിയൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു 2.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ സാധാരണ അരിപ്പൊടി വെച്ചിട്ടാണ് ഈ പൊരിച്ച പത്തിരി ഉണ്ടാക്കൽ. പുട്ടുപൊടി വെച്ചിട്ടും ഉണ്ടാക്കുക. അപ്പം പുട്ടുപൊടി വെച്ചിട്ടാകുമ്പോൾ വെള്ളം കുറച്ച് കൂടുതൽ വേണ്ടി വരും അരിപ്പൊടിനെക്കാട്ടിലും. അപ്പോൾ ഞാനൊരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് പുട്ടുപൊടി, 1/2 കപ്പ് സാധാ അരിപ്പൊടിയാണ് കേട്ടോ ഞാനിതിലേക്ക് പൊടികളായിട്ട് എടുക്കുന്നത്. ചിലർ അരിപ്പൊടിയും മൈദയും കൂട്ടിയിട്ട് ഉണ്ടാക്കും. അങ്ങനെ പലരും പല രീതിയിലാണ് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഇതേപോലെ അതേപോലെ റവ ഇട്ടിട്ടും ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പുട്ടുപൊടി 1 കപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അരിപ്പൊടിക്ക് കുറച്ച് വെള്ളം മതി കേട്ടോ. അതേപോലെ പുട്ടുപൊടിയും റവയൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളമൊക്കെ വേണ്ടി വരും. അപ്പോൾ നമ്മൾ 2.5 കപ്പ് വെള്ളമാണല്ലോ തിളപ്പിക്കാൻ വെച്ചിരുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മൾ ഒതുക്കി വെച്ച തേങ്ങൻ്റെ അരപ്പുണ്ടല്ലോ, തേങ്ങയും ചെറിയ ഉള്ളിയും ജീരകമൊക്കെ ഇട്ട അത് അതിക്കിട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് നമ്മളെടുത്ത് വെച്ച അരിപ്പൊടി പുട്ടുപൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിക്ക് പൊടികൾ ഇടുമ്പോൾ നമ്മൾ വിചാരിക്കും വെള്ളം ഏറിപ്പോയിട്ടുണ്ടോ. വെള്ളം ഏറിയിട്ടൊന്നുമില്ല കേട്ടോ. വെള്ളം പാകേനി നമ്മൾ പുട്ടുപൊടി ചേർത്തതുകൊണ്ടേ, പുട്ടുപൊടിക്ക് ഞാൻ പറഞ്ഞല്ലോ പച്ചരിപ്പൊടിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ വെള്ളം വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ കയ്യിൽ ഏത് പൊടിയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ പൊടി വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പത്തിരി ഷീറ്റ് ഞാൻ ഇവിടെ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പത്തിരി ഷീറ്റ് കാണുമ്പോഴേ കുറേ കൂട്ടുകാർ ചോദിക്കാറുണ്ട് ഇത് എവിടുന്നാണ് വാങ്ങിയത്. അപ്പോൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് അറിയാം, ഞാൻ അധികം വീഡിയോസിലും പറയലുണ്ട്. നമ്മൾ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഞാൻ ഈ ഒരു പത്തിരി ഷീറ്റ് ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2 വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് അന്ന് 167 രൂപയാണ്. ഇപ്പം എത്ര റേറ്റ് എന്ന് എനിക്കറിയില്ല. ഇതൊന്നും നമ്മൾ കിച്ചണിൽ ഉണ്ടായാൽ നല്ല സുഖമാട്ടോ. ചപ്പാത്തി പരത്താനും അതേപോലെ പത്തിരി പരത്താനും അങ്ങനെ പൊടികളൊക്കെ കുഴച്ചെടുക്കാനൊക്കെ നല്ല സുഖമാണ്. ഇനി കൈ പൊള്ളുന്നുള്ള പേടിയുണ്ടെങ്കിൽ ഈ ഒരു ഷീറ്റ് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് അതിലിട്ടിട്ട് അങ്ങനെ കുഴച്ചെടുത്താലും മതി കേട്ടോ. പത്തിരിക്കൊക്കെ എളുപ്പം കുഴയായി കിട്ടും. അപ്പോൾ നമ്മൾ മാവ് ഞാൻ ഷീറ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ കുറച്ച് കരിഞ്ജീരകം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്ത് അപ്പോൾ അതിങ്ങനെ 2 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആദ്യം ഒരു ബോൾസ് എടുത്തിട്ട് പരത്തിയെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ കയ്യുമ്മലേ കുറച്ച് വെളിച്ചെണ്ണ നെയ്യോ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാട്ടോ. ഞാൻ കയ്യുമ്മലും ആക്കിയിട്ടില്ല, പൊടി വാട്ടിയപ്പോഴും വെളിച്ചെണ്ണ ചേർക്കാൻ മറന്ന്. അപ്പോൾ ചെറിയൊരു ഒട്ടലുണ്ടായിരുന്നു കേട്ടോ ഇതിന്. അങ്ങനെ ആ ഒരു ഒട്ടലുണ്ടാവില്ല. അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ച് നമ്മൾ പൊടി വാട്ടിയെടുത്തല്ലോ ആ സമയത്ത് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്താലും മതി. ഞാൻ രണ്ടും ചെയ്തപ്പോൾ വെളിച്ചെണ്ണ ആക്കാൻ മറന്നു കേട്ടോ. പിന്നെയാണ് എനിക്ക് തോന്നിയത് കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്താൽ മതി ഇനി കയ്യുമ്മലേന്ന്. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതേപോലെ ഗ്ലാസ് വെച്ചിട്ട്, എൻ്റെ ഗ്ലാസ് ചെറിയ ഗ്ലാസ്സാണ്. അപ്പോൾ ഇതിലേറെ കുറച്ച് വട്ടൊക്കെ ഉള്ള ഗ്ലാസ് ആണെങ്കിൽ ഒന്നും കൂടി വലിപ്പം കിട്ടും. ഞാൻ പിന്നെ ചെറിയ പത്തിരി തന്നെ മതി എന്ന് വിചാരിച്ചിട്ടാട്ടോ. അങ്ങനെ ആകുമ്പം എളുപ്പം വെന്ത് കിട്ടും ചെയ്യും. ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടണമെങ്കിൽ കുറച്ച് നേരം നമ്മൾ എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്ത് അങ്ങനെ വേവിച്ചെടുക്കണം. അപ്പം വലിപ്പമൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ 4 മണി ചായൻ്റെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക. അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക. പിന്നെ കറി ഇല്ലാതെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കുക. കറി കൂട്ടി കഴിക്കുകയാണെങ്കിൽ അങ്ങനെയും കഴിക്കുക. ഇവിടെ ചിക്കൻ കറി ഇതിൻ്റെ ഒപ്പം നല്ല ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾക്ക്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ. അപ്പോൾ ഫസ്റ്റിൽ നമ്മളൊരു ബോൾ എടുത്തല്ലോ, ആ ഒരു ബോൾ ഞാൻ പരത്തിയത് അതേപോലെ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ബോളും കൂടെ ഉണ്ട് നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്യാം കേട്ടോ. ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ബാക്കിയുള്ളതും കൂടെ പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ അതവിടെ ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ പൊരിച്ചെടുത്തപ്പോൾ 2 എണ്ണം ഇട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തത്. എണ്ണ ചൂടാവണുള്ളേ. എണ്ണ നല്ലോണം അങ്ങോട്ട് ചൂടായി കഴിഞ്ഞാൽ 2 എണ്ണം അല്ല 3 എണ്ണോ 4 എണ്ണമൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഫ്ലെയിം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. നല്ല ചൂടുമാണ് എണ്ണ. പിന്നെ തീ കുറച്ച് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതിട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലോണം ചൂടുണ്ടായിക്കോട്ടെ.
അപ്പോൾ നല്ല പൊള്ളച്ച് വരുന്ന നല്ല അടിപൊളി എന്താ ഇതിന് പറയുക, പൊരിച്ച പത്തിരിയില്ലേ. അപ്പോൾ ഇത് ആയിട്ടുണ്ട് കേട്ടോ, 2 ആയിട്ടുണ്ട്. ഞാൻ നല്ലോണം മൊരിച്ചെടുത്തിക്കണം കേട്ടോ. കറിയും കൂട്ടി കഴിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് മൊരിച്ചെടുക്കണം എന്നില്ല. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി പൊരിച്ച പത്തിരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ അതേപോലെ തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പുട്ടുപൊടി ചേർത്ത് ഉണ്ടാക്കിയതുകൊണ്ട് നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഉള്ള് നല്ല സോഫ്റ്റും പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത്. അപ്പം ഇത് ഫ്രൈ ചെയ്യട്ടെ. ഒരു 2-3 ട്രിപ്പാണ് ഫ്രൈ ചെയ്തിട്ട് പിന്നെ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിനി ഫ്രിഡ്ജിൽ നിന്ന്, ഐസ് കട്ടായിട്ട് കിടക്കാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഞാൻ ആദ്യം കറി ഉണ്ടാക്കിയിട്ടേ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഇതാട്ടോ 2ാമത്തെ ട്രിപ്പത്തതും ആയിട്ടുണ്ട്. ഫസ്റ്റ് ട്രിപ്പിൽ ഉണ്ടാക്കിയത് മഞ്ജുമോള് കട്ടൻ ചായയും കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ, കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാനാണ് പറഞ്ഞിട്ട്. അപ്പോൾ കറിയും കൂട്ടിയിട്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് സ്കൂൾക്കൊക്കെ പോകാനാകുമ്പോൾ കഴിക്കാമെന്നും പറഞ്ഞു. അപ്പോൾ കറി ഉണ്ടാക്കണം ഇനി. ബാക്കിയുള്ളതും ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിങ്ങനെ ചുട്ടെടുക്കണോണ്ട് ഇനി നമുക്ക് കറിക്ക് നോക്കട്ടോ. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേന് ചിക്കൻ്റെ ഐസൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കുറുമക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞങ്ങളെ ഹോം ഷോപ്പത്തെ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ, കുറുമ മസാല. ഈ ഒരു കുറുമ മസാല കുറുമ ഉണ്ടാക്കുമ്പോൾ ചേർത്താലേ വേറൊരു പൊടികളോ നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ പിന്നെ അണ്ടിപ്പരിപ്പ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചുരുക്കി പറഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കണ്ട കേട്ടോ. ഈ ഗാർലിക് പൗഡറൊക്കെ കൂട്ടിയിട്ട് പൊടിച്ചെടുക്കുന്നതാണത്. അപ്പോൾ ഞാൻ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ടായിനി. അപ്പോൾ ഇത് വെള്ളമൊക്കെ ചോർന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കുക്കർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുക്കറിലിട്ടിട്ട് ഉപ്പ് മാത്രമേ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഉപ്പ് ചേർത്ത് കൈ കൊണ്ട് ഒന്നും ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം തന്നെ കൂടുതലൊന്നും ഒഴിക്കണ്ട. പിന്നെ നല്ല കുറുകിയ കറി വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ഉരുളക്കിഴങ്ങും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാൻ അപ്പോൾ ഉരുളക്കിഴങ്ങൊന്നും ഇട്ടിട്ടില്ല. നമുക്ക് കുറച്ച് കറി മതി കേട്ടോ. കൂടുതൽ കറിയൊക്കെ വേണമെന്നുള്ളവർക്ക് ഒരു 2 ഉരുളക്കിഴങ്ങൊക്കെ കട്ട് ചെയ്താണ്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാട്ടോ. അപ്പോൾ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സമയമൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ പൊരിച്ച പത്തിരി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു അടുപ്പ് ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടതിന് അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ സവാള മാത്രം മതി. സവാള ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ചെറിയ ഉള്ളി ചേർക്കണമെങ്കിൽ ചെറിയ ഉള്ളിയും ചേർക്കാം കേട്ടോ. ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സവാള മാത്രം ചേർത്താലും മതി. ഞാൻ അപ്പോൾ സവാള മാത്രമേ ചേർത്തിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചു. പിന്നെ നമുക്ക് എരിവിന് ഒരു 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കുറുമ മസാല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 2.5 സ്പൂണ് ചേർക്കുന്നുണ്ട്. സ്പൂണൊന്നും എടുത്തിട്ടില്ല, ഞാൻ എൻ്റെ ഒരു കണക്കിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തേക്കാം കേട്ടോ. ഒരു 2.5 സ്പൂണൊക്കെ ചേർത്താൽ മതി. എന്നിട്ട് ഈ എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അപ്പോൾ ഇതാട്ടോ ഇങ്ങനെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് നമുക്ക് ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 2 ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തേക്കാണെങ്കിൽ കറി ഒന്നും കൂടെ കൊഴുപ്പുണ്ടായിന് കേട്ടോ. പിന്നെ എനിക്ക് തോന്നി ഉരുളക്കിഴങ്ങ് ചേർത്താൽ മതിയെന്ന്. ഞാൻ പിന്നെ അപ്പോൾ നേരെ ഒരുപാടായിട്ടുണ്ട്, മക്കൾക്ക് സ്കൂൾക്കൊക്കെ പോകാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവർക്ക് പോകാനാകുമ്പോൾ കറി ആയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ വെറുതെ കറി ഉണ്ടാക്കണത്. കാര്യമായിട്ട് ഓരാണ് കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുക. അപ്പോൾ ചിക്കനും അതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും ഒക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. അങ്ങനെയാണ് ഒഴിച്ചു കൊടുത്തേക്കാണ്. 2 പ്രാവശ്യം അങ്ങനെ പിഴിഞ്ഞെടുത്തു തേങ്ങ. ആ പാലാണ് കേട്ടോ അത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മളെ കറി സെറ്റായി. ചിക്കൻ കുറുമക്കറി അല്ലേ. അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടോ. ഈ ഒരു നെയ്യും കൂടെ ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇനി നെയ്യ് ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല കേട്ടോ. വെളിച്ചെണ്ണയിൽ ഇനി ചെറിയ ഉള്ളി തൂമിച്ചിട്ടോ അല്ലെങ്കിൽ ചിലർ കടുക് തൂമിച്ചാണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കും. എനിക്ക് ഇവിടെ ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ കുറുമക്കറിക്കൊന്ന് കടുക് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിക്ക്. പിന്നെ ഞാൻ കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്തു. അങ്ങനെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. നമ്മളെ കുറുമക്കറി ഈസി ആയിട്ടുള്ള കുറുമക്കറി റെഡിയായി. ഈസി അല്ല ഉണ്ടാക്കാൻ, അങ്ങനെ ഒരു മെനക്കേടൊന്നുമില്ല കേട്ടോ. രാവിലെ നമുക്ക് അങ്ങനെയാണല്ലോ, കുട്ടികൾ സ്കൂൾക്കൊക്കെ പോകാണ്ടാവുമ്പോഴേ തിരക്കേക്കാരം. അപ്പോൾ കുറേ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലി കളയാനും ചതക്കാനും ഒക്കെ മടിയേക്കാരം. അപ്പം ടൈമും കിട്ടൂല. അപ്പം ഇങ്ങനത്തെ കുറുമക്കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾ കഴിച്ചും ചെയ്തോളും. ഇനി ചിക്കനൊന്നും ഇല്ലെങ്കിലും വെജിറ്റബിൾസ് ഇട്ടും ഉണ്ടാക്കാം കേട്ടോ. വെജിറ്റബിൾസ് ഇട്ട് ഉണ്ടാക്കണ കുറുമൻ്റെ റെസിപ്പി ഞാൻ പിന്നെ കാണിക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മളെ പൊരിച്ച പത്തിരി ഇതാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ള നല്ല സോഫ്റ്റും ആയിട്ട് അടിപൊളിയാണ്. പിന്നെ പുട്ടുപൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതുകൊണ്ടേ നമ്മൾ പച്ചരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന കാട്ടിലും
ഒന്നും കൂടെ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റിച്ച് മോണ്ടിട്ട് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കണം. അപ്പോൾ എനിക്ക് വിളമ്പി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം വിളമ്പിയാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂട്ടോ, എന്നിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കൽ. അങ്ങനെ 2-3 പൊരിച്ച പത്തിരിയും നമ്മൾ കുറുമക്കറിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഹോം ഷോപ്പത്തെ പ്രോഡക്റ്റ് എങ്ങനെയാണ് കിട്ടുക എന്നൊക്കെ ചില കൂട്ടുകാരൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് പഞ്ചായത്തിൽ കുടുംബശ്രീ വഴി ഒരു ഹോം ഷോപ്പ് പദ്ധതി ഉണ്ട്. ആ ഹോം ഷോപ്പ് പദ്ധതി കൂടിയാണ് കേട്ടോ അങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെ വീടുകളിലെത്തുക. HSOമാരാണ് വീടുകളിൽ കൂടെ കൊണ്ടുവരിക. അപ്പോൾ നിങ്ങളെ ഭാഗത്തൊക്കെ HSOമാരുണ്ടെങ്കിൽ അവരെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. ഇല്ലെങ്കിൽ കുറുമ മസാലയൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെ നിന്നൊക്കെ വാങ്ങിച്ചാൽ മതി കേട്ടോ. ഇത് കറിക്കൂട്ടിൻ്റെ കുറുമ മസാലയാണ്. ഇവർ തന്നെ ചിക്കൻ മസാലയും അതേപോലെ സാമ്പാർ പൗഡറൊക്കെ നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്